ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ രുക്മിണിയും കൃഷ്ണഭഗവാനും തമ്മിലുള്ള സംവാദമാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. രുക്മിണിയുടെ പ്രസ്താവം, അവൾക്ക് തന്നോട് കോപവും പ്രേമവും ഉദ്ദീപിപ്പിക്കാൻ താൻ ഉപയോഗിച്ച ഓരോ വാക്കിനും അവൾ നൽകിയ വിശദീകരണം കേട്ടപ്പോൾ കൃഷ്ണൻ രുക്മിണിയോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ചരിതയായിരിക്കുന്ന പത്നി, പ്രിയപ്പെട്ട രാജ്ഞി, നിന്നിൽ നിന്ന് ഇത്തരമൊരു വിശദീകരണം ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഈ ലക്ഷ്യത്തോടെ മാത്രമാണ് ആ തമാശകളൊക്കെ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. നമ്മുടേതായിരിക്കുന്ന ഓരോ വാക്കിനും നീ നൽകിയ വിശദീകരണങ്ങൾ തികച്ചും വസ്തുതാപരമാണ്. നാം അവയെ അംഗീകരിക്കുന്നു. അത്യന്തം സുന്ദരിയായിരിക്കുന്ന രുക്മിണി എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തിയാണ്. നിനക്ക് നമ്മോട് എത്ര സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായതിൽ അത്യന്തം സന്തുഷ്ടനാണ്. എന്തൊക്കെ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായാലും, എന്തൊക്കെ തന്നെ നമ്മിൽ നിന്ന് പ്രതീക്ഷിച്ചാലും, നാം സദാ നിന്റെ സേവനത്തിന് തയ്യാറാണെന്ന് മനസ്സിലാക്കിയാലും, നമ്മുടെ ഭക്തജനങ്ങളും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അതുപോലെ തന്നെ സേവകരും സദാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം എന്നുള്ളത് ഒരു സത്യമാകും. അത്തരമൊരു മോചനം ആവശ്യപ്പെടാൻ അവർ തൽപരരല്ലെങ്കിൽ പോലും നമ്മുടെ സേവനത്തിൽ നിരതരാകുക എന്നതിൽ കവിഞ്ഞ മറ്റൊന്നും നമ്മുടെ ഭക്തന്മാർ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. അപ്പോൾ ഈ ഭഗവാൻ ഈ കളിക്കുന്ന ലീലകളുടെയൊക്കെ ഉദ്ദേശലക്ഷ്യം ഈ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് ഭക്തജനങ്ങളെ മുക്തരാക്കുക എന്നുള്ളതാണ്. അത് പത്നിയായാലും വേണ്ടില്ല, സുഹൃത്തായാലും വേണ്ടില്ല, ബന്ധുക്കളായാലും വേണ്ടില്ല, ഭഗവാനോട് ആഭിമുഖ്യം പുലർത്തുന്ന, ഭഗവാനെ പരിഗണിക്കുന്നവർ, അല്പമെങ്കിലും ഭഗവാന്റെ വിചാരമുള്ളവർക്ക് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരാക്കുക, ഭൗതിക ആധിപത്യത്തിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഉദ്ദേശലക്ഷ്യവും. അഥവാ പൂർണ്ണമായിട്ട് അവർക്ക് മുക്തരാകാൻ സാധിച്ചില്ല എങ്കിൽ തന്നെയും അവർ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം എന്നുള്ളത് ഒരു സത്യമാകുന്നു. അവർ മുക്തരാകണം എന്നുള്ളതാണ് സത്യം. അത്തരമൊരു മോചനം അവർക്ക് ആവശ്യപ്പെടാൻ അവർ തൽപരരല്ലെങ്കിൽ പോലും നമ്മുടെ സേവനത്തിൽ നിരതരാകുക എന്നതാണ് കരണീയമായിട്ടുള്ളത്. എന്നിരുന്നാലും അവർ പൂർണ്ണമായിട്ട് നമ്മെ ആശ്രയിക്കുന്നതിനാൽ അവർ എന്തെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ടാൽ അതൊന്നും ഭൗതികമായിരിക്കുകയുമില്ല. അഥവാ ഭൗതികമാണെങ്കിൽ തന്നെ അതെല്ലാം എൻ്റെ വിഭൂതികളാണ്. അത്തരം ആശകളും അഭിലാഷങ്ങളും ഭൗതിക ബന്ധത്തിന് കാരണമാകുന്നതിന് പകരം ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള മോചനത്തിന് പ്രഭാവമായി തീരുകയും ചെയ്യും. സുചരിതയും പുണ്യവതിയുമായിരിക്കുന്ന അല്ലയോ പത്നി, കർശനമായ ചാരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിനോടുള്ള നിന്റെ സ്നേഹം നാം പരീക്ഷിച്ചു നോക്കിയതാണ്. അതിനാൽ നീ പൂർണ്ണമായിട്ടും വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. നിന്റെ സ്വഭാവത്തിന് ഇണങ്ങാത്ത പല വാക്കുകളും നിന്നെ ശുണ്ഠിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം പ്രയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നിനക്ക് നമ്മോടുള്ള ഭക്തിക്ക് അതിൻ്റെ നിയതമായിരിക്കുന്ന നിലയിൽ നിന്നും തരിമ്പെങ്കിലും വ്യതിചലനം സംഭവിച്ചിട്ടില്ലെന്ന് കാണുന്നതിൽ നാം അത്ഭുതപ്പെടുന്നു. പ്രിയനാഥേ, ഈ ഭൗതിക ലോകത്ത് നിന്നുള്ള മോചനം ഉൾപ്പെടെ സകല വരങ്ങളുടെയും ദാതാവ് നാം തന്നെയാകുന്നു. ഭൗതിക അസ്തിത്വത്തിൻ്റെ അനസ്യൂതതത്വം അവസാനിപ്പിച്ച് ഒരുവനെ സ്വഗ്രഹത്തിലേക്ക്, അതായത് ഭഗവത് ധാമത്തിലേക്ക് മടക്കി വിളിക്കാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. നമ്മോടുള്ള ഭക്തിയിൽ മായം ചേർക്കാൻ ഒരുവൻ ലൈംഗിക ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങൾ പര്യവസാനിക്കുന്ന ഭൗതിക സുലോകത്ത്
സുഖലോകത്ത് തന്നെ സ്വയം പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം നമ്മെ ആരാധിക്കുന്നു. നമ്മോടുള്ള ഭക്തിയിൽ മായം ചേർക്കുമ്പോൾ ഒരുവൻ ഈ കാമാസക്തിയിൽ ജീവിതത്തിൻ്റെ സുഖാനുഭവങ്ങളിൽ പര്യവസാനിക്കുന്ന ഭൗതിക സുഖലോകത്ത് തന്നെ സ്വയം പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം നമ്മെ ആരാധിക്കുന്നു. ഈ ഭൗതിക സുഖം നേടാൻ വേണ്ടി മാത്രം കഠിനമായ തപോ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുന്നവൻ തീർച്ചയായും നമ്മുടെ ബാഹ്യശക്തിയായിരിക്കുന്ന മായാശക്തിക്ക് അതീതനാണ്. ഭൗതിക ലാഭങ്ങൾക്കും സുഖഭോഗങ്ങൾക്കും വേണ്ടി മാത്രം നമ്മുടെ സേവനത്തിൽ ഏർപ്പെടുന്നവർ ശുദ്ധ വിഡ്ഢികളാണ്. പട്ടി, പന്നി മുതലായ തുടങ്ങിയ ഏറ്റവും ഹീനജീവികൾക്ക് പോലും ലൈംഗിക ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സുഖം ലഭ്യമാണ്. ഇത്തരം സുഖങ്ങൾക്ക് വേണ്ടി ആരും നമ്മെ സമീപിക്കാൻ ശ്രമിക്കരുത്. കാരണം നാരകീയ അവസ്ഥയിൽ പോലും ഇതൊക്കെ കിട്ടും. അതായത് മൃഗങ്ങൾക്ക് പോലും ഈ പറയുന്ന സുഖമൊക്കെ കിട്ടും. അത് നിസ്സാരമായിട്ട് ലളിതമായിട്ട് ഈ ഭൂമിയിൽ വന്ന് ജനിച്ചവർക്കെല്ലാം ലഭ്യമാണ്. അതിനപ്പുറത്തേക്ക് അതിനെയൊക്കെ ജയിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനാൽ നമ്മുടെ പിറകെ അല്ലാതെ ഭൗതിക സുഖത്തിൻ്റെ പിമ്പേ പോകുന്നവർ ഈ നാരകീയ അവസ്ഥയിൽ തന്നെ കഴിയുകയാണ് നല്ലത്. ഇനി അതിൽ രമിക്കണം എന്നുള്ളവരും അതിൽ തന്നെ കഴിഞ്ഞോട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാവരും രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്നുമുണ്ട്. ഭൗതിക മാലിന്യം അത്രയ്ക്ക് ശക്തമാണ്. ധാർമ്മികത, വ്രതാനുഷ്ഠാനം, തപസ്, ലോക ഉപകാരിത, ഭൂതദയ, രാഷ്ട്രീയം, ശാസ്ത്രം സർവവും ഭൗതിക ലാഭം ആക്കിയുള്ളതാണ് ഇതെല്ലാം. ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ട് നേട്ടമുണ്ടാക്കാനായിക്കൊണ്ട് ഭൗതിക വ്യക്തികൾ പൊതുവെ വിവിധ ദേവതകളെ ആരാധിക്കുകയും ചെയ്യുന്നു. ഭൗതിക പ്രവണതകളുടെ വശ്യതയിൽ ചിലപ്പോൾ അവർ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ഒരുവൻ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുകയും അതോടൊപ്പം ഭൗതിക അഭിലാഷങ്ങൾ നിലനിർത്തുകയും ചെയ്താൽ ഭഗവാൻ ദയാപൂർവം ഭൗതിക സുഖങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്ന സംഭവങ്ങളും ചിലപ്പോഴുണ്ടാകാറുണ്ട്. അതോടെ ഭൗതിക സുഖത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു മാർഗവും കാണാതെ ഭക്തൻ സ്വയം ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായിട്ട് മുഴുകുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ഭക്തിയിലേക്ക്, ആത്മീയതയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഈ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുമ്പം നമ്മൾ സാധാരണഗതിയിൽ എല്ലാവരും ഈ ഗൃഹശാസ്ത്രം അല്ലെങ്കിൽ ഭൗതിക ജീവിതവും ആത്മീയതയും കൂടെ ഒരേപോലെ കൊണ്ടു നടക്കാൻ ശ്രമിക്കും. അങ്ങനെ കൊണ്ടു നടക്കുകയാണ് സാധാരണഗതിയിൽ 90% നമ്മളെപ്പോലുള്ളവരെല്ലാം തന്നെ. ഗൃഹസ്ഥ ജീവിതവും ഇല്ലേ ഭൗതിക ആയിട്ട് പൂർണ്ണമായിട്ടൊന്നും വിടുന്നില്ല. പൂർണ്ണമായിട്ട് വിടാതെ കുറച്ചതിലും ഇതിലും ഒക്കെ ആയിട്ട് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഭഗവാൻ പറയുന്നു ഭൗതിക മാലിന്യം അത്രയ്ക്ക് ശക്തമാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് പെട്ടെന്ന് വിടാൻ സാധ്യമല്ല. അപ്പോൾ ധാർമ്മികതയും വ്രതാനുഷ്ഠാനവും തപസ്സും ലോക ഉപകാരമായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാവിധം ശാസ്ത്രം സർവവും ഭൗതിക ലാഭം ലക്ഷ്യമാക്കിയുള്ള ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള ശക്തി അത്ര ശക്തമാണ്. ഭൗതിക ലാഭത്തിൽ പെട്ടെന്നുള്ള നേട്ടമുണ്ടാക്കാനായിട്ട് ഭൗതിക വ്യക്തികൾ പൊതുവെ വിവിധ ദേവതകളെ ആരാധിക്കുകയും ചെയ്യും. നമ്മൾ ഈ ഭൗതികതയിൽ നിൽക്കുന്നതുകൊണ്ട് ഭൗതിക കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ദേവതകളെയും, ഭഗവാനെ മാത്രമല്ല മറ്റ് ദേവതകളെയും ആരാധിക്കുന്നുണ്ട്. അന്യദേവതകളെ ആരാധിച്ച് അതിലുള്ള ഫലവും ഭഗവാൻ തന്നെ നൽകുന്നതെന്നൊക്കെ സൂചിപ്പിച്ചാലും എത്ര ഗീത പഠിച്ചാലും പിന്നെ മറ്റ് ദേവതകളുടെ പിന്നാലെ നമ്മൾ പോകും. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റ് ദേവതകളെ ഇഷ്ടദേവതകൾ ഭജിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടും, അത് തരുന്നത് ഞാൻ തന്നെയാണ്, ആത്യന്തികമായിട്ട് എന്നെയാണ് ഭജിക്കേണ്ടത് എന്ന് ഭഗവാൻ സൂചിപ്പിച്ചാലും നമ്മൾ ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റ് ദേവതകളെയും ഭജിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ നേട്ടങ്ങൾക്കായിക്കൊണ്ട് ഭൗതിക വ്യക്തികൾ പൊതുവെ വിവിധ ദേവതകളെ ആരാധിക്കാനും ഇടവരും. ഭൗതിക പ്രവണതയുടെ വശ്യതയിൽ ചിലപ്പോൾ അവർ ഭഗവത് സേവനത്തിലും ഏർപ്പെടുകയും ചെയ്യും. ഒരുവൻ ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുകയും അതോടൊപ്പം ഭൗതിക അഭിലാഷങ്ങൾ നിലനിർത്തുകയും ചെയ്താൽ ഭഗവാൻ ദയാപൂർവം ഭൗതിക സുഖങ്ങൾ തട്ടിത്തെറിപ്പിക്കുന്ന സംഭവങ്ങളും ചിലപ്പോൾ ഉണ്ടാകും. ഭഗവാൻ തന്നെ പറയണത്. അപ്പോൾ നമ്മളെ ഭൗതിക അഭിലാഷങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് മറ്റ് ദേവതകളെ ആരാധിക്കുകയും
അതോടൊപ്പം ഭക്തിയുത സേവനം ആത്മാർത്ഥമായിട്ട് ഭഗവാനെ സേവിക്കുകയും ചെയ്താൽ ഭഗവാന് നമ്മളോട് ദയാപൂർവം കൃപയുണ്ടായിട്ട് ഈ ഭൗതിക സുഖങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നമ്മളെ ഭൗതിക സുഖങ്ങളെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. അതോടെ ഭൗതിക സുഖത്തിലേക്ക് മടങ്ങിപ്പോകാൻ ഒരു മാർഗവും കാണാതെ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി അങ്ങനെ ഉള്ള ഭക്തൻ സ്വയം ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായിട്ട് മുഴുകുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആധ്യാത്മികതയിലെ ഭക്തിമാർഗത്തിൽ പ്രവേശിക്കാൻ ഭൗതിക നേട്ടങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കൽ എന്തെങ്കിലും ഇതെല്ലാം ഭഗവാൻ തട്ടിത്തെറിപ്പിക്കുന്നവർ. നമ്മൾ ഭക്തിയോടുകൂടി ജീവിക്കുന്നതുകൊണ്ട് അനായാസന ജീവിതമൊക്കെ നയിക്കുന്നുണ്ട്. ഗ്രഹകാര്യങ്ങളും ഭൗതിക നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളും ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ആത്മാർത്ഥതയോടുകൂടി ഭക്തിയുത സേവനവും ചെയ്യുന്നുണ്ടെന്നർത്ഥം. പക്ഷേ ഭഗവാനെ എപ്പോഴാണോ നമുക്ക് കൃപയുണ്ടാകുന്നത് അപ്പോൾ ഈ ഭൗതിക നേട്ടങ്ങൾക്കുള്ള നേട്ടോട്ടം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൗതിക നേട്ടങ്ങളെല്ലാം അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ ചിലപ്പോൾ തട്ടിത്തെറിപ്പിക്കും. അപ്പോൾ ഇതൊന്നും ശാശ്വതമല്ല എന്ന് പല പ്രാവശ്യം അനുഭവം, ഒരു പ്രാവശ്യം കൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല, പല പ്രാവശ്യം അനുഭവം ഉണ്ടാകുമ്പോഴാണ് ചിലപ്പോൾ ജന്മങ്ങൾ തന്നെ മാറി വരും. അപ്പോൾ അങ്ങനെ പല പ്രാവശ്യം അനുഭവം ഉണ്ടാകുമ്പോൾ ഇതൊന്നും അല്ല ശാശ്വതമായിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഭക്തൻ സ്വയം ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായിട്ട് മുഴുകുന്ന അവസ്ഥ ഉണ്ടാകണം. അതാണ് ഭഗവാന്റെ ലക്ഷ്യവും. അപ്പം ഭഗവാൻ കൃഷ്ണൻ ഇപ്രകാരം തുടർന്നു: നമ്മുടെ റാണിമാരിൽ സർവശ്രേഷ്ഠയായവളെ, നിനക്ക് ഭൗതികമായ അഭിലാഷങ്ങൾ ഇല്ലെന്നും നിന്റെ ഏക അഭിലാഷം നമ്മെ സേവിക്കുക എന്നത് മാത്രമാണെന്നും നമുക്കറിയാം. ദീർഘകാലമായിട്ട് നീ നിർമ്മലമായ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുകയുമാണ്. അനുകരണാർഹമായിരിക്കുന്ന നിർമ്മല ഭക്തിയുത സേവനം ഭക്തന് ഭൗതിക ലോകത്ത് നിന്ന് മോചനം നൽകുക മാത്രമല്ല, നിത്യമായ എൻ്റെ സേവനത്തിൽ ഏർപ്പെടാനായിട്ട് അയാളെ ആധ്യാത്മിക ലോകത്തേക്ക് ഉയർത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഭൗതിക സുഖങ്ങളിൽ അത്യാസക്തിയുള്ളവർക്ക് അത്തരം സേവനങ്ങളിൽ ഏർപ്പെടാൻ ഒരിക്കലും സാധിക്കുകയില്ല. ബാഹ്യമായിട്ട് വലിയ ഭക്തന്മാരെ പോലെ നടിക്കുമെങ്കിലും ഭൗതിക മോഹങ്ങൾ മാത്രമുള്ള മലിനഹൃദയരായിരിക്കുന്ന സ്ത്രീകൾ സുഖഭോഗങ്ങൾക്കായിക്കൊണ്ട് വിവിധ മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ സ്ത്രീകളെ പറ്റി ഇങ്ങോട്ട് ഇവിടെ സൂചിപ്പിച്ചു. ഭഗവാൻ എന്തിനാ ഭാര്യയോട് ഇങ്ങനെ തുറന്നു പറയുന്നത്? അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ചില ചിന്താഗതികളെ ഒക്കെ ഡോസിട്ട് കൊടുത്ത് അതിൽ കുറച്ച് ക്ലേശം രുക്മിണിയെ കൊണ്ട് അനുഭവിപ്പിച്ചു. എന്നിട്ട് അതിൽ നിന്ന് തന്നെ ഭഗവാൻ പ്രസാദിച്ച് ആശ്വസിപ്പിച്ചപ്പം ഭഗവാന്റെ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും അത് ഓരോ വാക്കിനും മറുപടി പറഞ്ഞു. അത്രമാത്രം തേഷാമേവ അനുകമ്പാർത്ഥമഹമജ്ഞാനജമ്പതമാശയന്നാത്മഭാവസ്വോ ജ്ഞാനദീപേന വാസത എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത് രുക്മിണിയിൽ തന്നെ നമ്മളെ കാണിച്ചു തരിക. ആദ്യം കുറേ ക്ലേശമൊക്കെ ഉണ്ടായി, അത് കഴിഞ്ഞ് ഭഗവാനിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അനുകമ്പ ഉണ്ടായി, ആശ്വസിപ്പിച്ചു. അപ്പോൾ ഭഗവാൻ തന്നെ രുക്മിണിയുടെ ഉള്ളിൽ അജ്ഞതയുടെ ആ തിമരത്തെ മാറ്റിയിട്ട് ജ്ഞാനത്തിൻ്റെ ദീപം പ്രകാശിപ്പിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കുകയും ചെയ്തു. അതിനെ ഓരോന്നിനെയും വിശദീകരിച്ച് ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതാണ് ജ്ഞാനപ്രകാശം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മറുപടി പറയാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഭക്തരാണ് എന്നിലേക്ക് അടുക്കാൻ അർഹതയും യോഗ്യതയുമായിട്ട്, അർഹത എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, യോഗ്യരായി മാറുന്ന ആരൊക്കെയാണ്? അപ്പോൾ പ്രത്യക്ഷഭക്തിയും പ്രകടന ഭക്തിയും ഉള്ള, ഇപ്പം ഇവിടെ സ്ത്രീകളെ പറ്റി എടുത്തു പറയുന്നുണ്ട്. കാരണം ആധ്യാത്മിക മാർഗത്തിലേക്ക് വരുന്നവർ എവിടെ നോക്കിയാലും സ്ത്രീകളാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ള ഉണ്ടാകുക. അപ്പോൾ ഭഗവാനെ തന്നെ ആഗ്രഹിക്കുന്ന 16,108 സ്ത്രീകളാണ് ഭക്തിമാരായിട്ട് ഭഗവാന്റെ അടുത്ത് വന്നത്. അവിടെ എണ്ണത്തിൽ സ്ത്രീകളാണ് കൂടുതൽ. സ്വന്തം ജ്യേഷ്ഠൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസത്തിൽ തെറ്റിപ്പോവും ഭഗവാനോട്. അപ്പം ഇവിടെ സ്ത്രീകളുടെ ആ ഭക്തിയുടെ പ്രഭാവത്തെ ഭോഗസുഖങ്ങൾക്കായിട്ട് വിവിധ മാർഗങ്ങളിലൂടെ ഭക്തിയുത സേവനം ചെയ്യുന്നവരെ ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടെ ജയിക്കണം സ്ത്രീകൾ എന്നാണ് പറയുന്നത്.
അതാണ് രുക്മിണിക്കും കുറച്ച് ഭൗതിക ചിന്ത വന്നപ്പോൾ ലേശം ക്ലേശം വന്നു. എന്നാൽ ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴോ യഥാർത്ഥ ഭക്തിയിലേക്ക് എത്തി. അപ്പോൾ ഭഗവാന്റെ വാക്കുകൾ വീണ്ടും അതിനെ ദൃഢമാക്കി കൊടുക്കുക ചെയ്യുക. കുറച്ച് ഭക്തിയുടെ ഭാവം താത്വികമായിട്ട് രുക്മിണി തന്നെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞ വാക്കുകളെ എല്ലാം ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ചു. അപ്പോൾ അറിയാൻ പാടില്ല. അപ്പം നമ്മളിലെല്ലാം തന്നെ ഈ ഭഗവാന്റെ അംശമുള്ളത് കൊണ്ട് ഈ പറയുന്ന പരമമായ ജ്ഞാനം നമ്മളിലെല്ലാം ഉണ്ട്. അത് നമ്മുടെ ഈ ഭൗതിക ശക്തികൾ അതിനെ മലിനപ്പെടുത്തി അതിനെ മറച്ചു വെക്കുമ്പോഴാണ് അത് പുറത്തു വരാതിരിക്കുക. അപ്പോൾ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കണം. ഈ ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം ഭൗതികതയിൽ നമ്മൾ രമിക്കാനുള്ള ഇച്ഛയും മായയുടെ പ്രയോഗം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ മായ ജയിക്കണമെങ്കിലും ഭഗവാന്റെ കൃപ ഉണ്ടാകണം. ഭഗവാൻ ഈ മായയൊക്കെ തട്ടിത്തെറിപ്പിക്കുമ്പോഴാണ് ശരിക്കും ഇതൊക്കെ പ്രകാശിക്കുക. അപ്പോൾ അതുകൊണ്ട് ബാഹ്യമായിട്ട് വലിയ ഭക്തന്മാരെ പോലെ നടിക്കുമെങ്കിലും ഭൗതിക മോഹങ്ങൾ മാത്രമുള്ള മലിനഹൃദയരായിരിക്കുന്ന സ്ത്രീകൾ സുഖഭോഗങ്ങൾക്കായിട്ട് വിവിധ മാർഗങ്ങൾ കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനത്തിൽ തന്നെ വിവിധ മാർഗങ്ങൾ കണ്ടെത്തുന്നത്. അവർ ഭൗതിക സുഖത്തിൽ ഇഷ്ടഭോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭഗവാനെ ഭജിക്കുക എന്നർത്ഥം. അല്ലയോ പ്രിയപ്പെട്ട ബഹുമാന്യ പത്നി, ആയിരക്കണക്കിന് പത്നിമാർ നമുക്കുണ്ടെങ്കിലും നമ്മോട് നിനക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രേമം മറ്റാർക്കെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ പരമമായ പ്രേമം ഭക്തിഭാവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ഗ്രഹത്തിൽ പോലും പരസ്പരം ഇഷ്ടം സുദൃഢമാകണമെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കണം. ഇവിടെ രുക്മിണിയെ ശരിക്കും ഭഗവാനെ മനസ്സിലാക്കാൻ തക്കവണ്ണമാണ് ആദ്യം കുറച്ച് ചൊടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. ഒരു പരീക്ഷണം തന്നെ, ഞാൻ നിന്നെ പരീക്ഷിച്ചതാണെന്ന് പറഞ്ഞല്ലോ. അവിടെ മനസ്സ് രണ്ടും ഒരുപോലെ ആകുമ്പോഴേ ഭഗവാന്റെ ആ തത്വബോധം, ഭഗവാൻ എന്ത് ജ്ഞാനമാണോ മറ്റുള്ളവർക്ക് ഭക്തർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ജ്ഞാനം നമ്മളിൽ തന്നെ പ്രകാശിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വയം ഭഗവാനായിട്ട് മാറണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. അല്ലാതെ ഭഗവാനെ കാണാൻ മനസ്സിലാക്കില്ല, ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ തന്മയീഭാവം വരുമ്പോഴാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കും. അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഇതാണ് അവസ്ഥ. ഇവിടെ മറ്റുള്ള ഭക്തിമാരെ അപേക്ഷിച്ച് നിന്നെപ്പോലെ എന്നെ മനസ്സിലാക്കിയവർ വേറെ ആരും ഉണ്ടാകുകയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് നിനക്കുള്ളതിനേക്കാൾ കൂടുതൽ പ്രേമം മറ്റാർക്കെങ്കിലും ഉണ്ടാകുമെന്നും ഞാൻ കരുതുന്നില്ല. വിവാഹത്തിന് മുമ്പ് നീ നമ്മെ കണ്ടിട്ട് പോലും ഇല്ലാത്തതാണ്. നിന്റെ ഈ അത്യസാധാരണമായിരിക്കുന്ന നിലയ്ക്ക് തക്കതായ തെളിവ് അതുതന്നെയാണ്. അപ്പോൾ ഒരിക്കൽ പോലും ഭഗവാനെ കാണാതിരുന്ന, ഭഗവാനെ പറ്റി കേട്ടറിഞ്ഞിട്ടുള്ളൂ, കീർത്തിക്കുന്നത് കേട്ടിട്ടുള്ളൂ. അതിൽ നിന്നാണ് ഭഗവാനോട് പ്രേമം ഉണ്ടായത്. അത് പരമമായ പ്രേമമായിട്ട് മാറി. അത് ഭഗവാനെ മനസ്സിൽ സദാസമയം വിചാരിക്കാൻ തുടങ്ങിയ ആ സ്ത്രീക്ക് ഭർത്താവായിട്ട് ഭഗവാൻ തന്നെ വരികയും ചെയ്യും. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ തെളിവാണെന്നാണ് പറഞ്ഞു. കാണാത്തതും ഒരിക്കലും നേരിട്ട് സംബന്ധമില്ലാതിരുന്ന ആളെപ്പറ്റി കേട്ടറിവ് കൊണ്ടും മനസ്സിലാക്കി ഭഗവാനിലേക്ക് അടുക്കുന്ന ആകർഷണ ശക്തിയാൽ അടുത്താണ് ഇവർ വിവാഹിതരായത്. അപ്പോൾ ഒരിക്കൽ പോലും കാണണമെന്നോ കേൾക്കണമെന്നോ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കണ്ടാലും മനസ്സിലാകണം നിർബന്ധമൊന്നുമില്ല, കേട്ടാലും മനസ്സിലാകണം നിർബന്ധമൊന്നുമില്ല. ആ തന്മയീഭാവം വരുമ്പോഴാണ് ശരിക്കും ഒരാളെ ഭാര്യ ആയാലും ഭർത്താവായാലും ഭർത്താവ് ഭാര്യ ആയാലും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ ദാമ്പത്യ യഥാർത്ഥ സുഖം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ, ഗൃഹസ്ഥ ജീവിതം സമ്പന്നമാകണമെങ്കിൽ ഈ രുക്മിണിയുടെയും ഭഗവാന്റെയും സംവാദം നമ്മൾ ശരിക്ക് കേട്ട് അതിൽ ഉറയ്ക്കണം മനസ്സ്. മൂന്നാമതൊരു വ്യക്തിയിൽ നിന്ന് നീ നമ്മെക്കുറിച്ച് കേൾക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും യോഗ്യരും സമ്പന്നരും സുന്ദരന്മാരുമായിരിക്കുന്ന രാജാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരിൽ ആരെയെങ്കിലും ഭർത്താവായി വരിക്കാതെ നമ്മെ തന്നെ വേണമെന്ന് നീ നിർബന്ധം പിടിച്ചു. അപ്പോൾ ഒരിക്കലും കാണാത്തതും കേട്ടിട്ടുള്ള പരിചയം കൊണ്ടും ആ ഒരു അടിയുറച്ച വിശ്വാസം കൊണ്ട് ആത്മബോധത്തോടുകൂടി എന്നെക്കായാലും യോഗ്യരായിരിക്കുന്ന രാജാക്കന്മാരും സുന്ദരന്മാരും ഒക്കെ അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാവരെയും കണ്ടിട്ടാണ് എന്നെ തന്നെ ഒരിക്കലും കാണാതിരുന്ന ആളെ തെരഞ്ഞു പിടിച്ച് കണ്ടിട്ട് ആ വ്യക്തിയെ തന്നെ ഭർത്താവായി സ്വീകരിച്ചു. ഭർത്താവായി വരിക്കാതെ നമ്മെ തന്നെ വേണമെന്ന് നീ നിർബന്ധം പിടിച്ചു എന്നാണ് പറയുന്നത്. സന്നിഹിതരായിരുന്ന മുഴുവൻ രാജാക്കന്മാരായി നീ തിരസ്കരിച്ചു.
നിന്നെ തട്ടിക്കൊണ്ടുപോകാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തികഞ്ഞ മര്യാദയോടെ നീ നമുക്കൊരു രഹസ്യ സന്ദേശം അയച്ചു തരികയും ചെയ്തു. ആദ്യത്തെ പ്രേമലേഖനം ശരിക്കും രുക്മിണി ശ്രീകൃഷ്ണന് കൊടുത്ത പ്രേമലേഖനാവും. അതും ബ്രാഹ്മണൻ്റെ കൈവിൽ കൊടുത്തു വിട്ടു. നാം നിന്നെ തട്ടിക്കൊണ്ടു പോകാൻ നിന്റെ ജ്യേഷ്ഠൻ രുക്മി രൂക്ഷമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മോട് എതിർക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ ഒരിക്കലും കാണാത്ത ആളെ പറ്റിയുള്ള പരമമായ പ്രേമത്തിൽ അവസ്ഥയും ഭഗവാനെ മനസ്സിലാക്കുകയും ഈ പലരുടെ മുമ്പിൽ നിന്ന് ആളെ ഒരിക്കൽ പോലും കാണാത്തയാളെ കണ്ടുപിടിച്ച് ആ വ്യക്തിയിൽ തന്നെ നിർബന്ധം പിടിച്ച് വിവാഹം കഴിക്കുകയും ചെയ്ത ആളാണ് രുക്മിണി എന്നർത്ഥം. ഇതാണ് ശരിക്കും മനപ്പൊരുത്തം എന്ന് പറയുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.